ടാരറ്റ് കാർഡുകൾ 78 കാർഡുകൾ അടങ്ങിയ ഒരു കൂട്ടമാണ് ടാരറ്റ് ഡെക്ക്. ഇതിലെ ഓരോ കാർഡും മനുഷ്യജീവിതത്തിലെ വിവിധ അവസ്ഥകൾ, വികാരങ്ങൾ, ആത്മീയ പാഠങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇതിനെ പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിക്കാം. 1. മേജർ ആർക്കാന. 22 കാർഡുകളടങ്ങിയ മേജർ ആർക്കാന ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ, ആത്മീയ പാഠങ്ങൾ, കർമ്മഫലങ്ങൾ, കാർമിക് ലെസൺസ് എന്നിവയെ ഇവ സൂചിപ്പിക്കുന്നു. ആർക്കാന എന്ന വാക്കിൻ്റെ അർത്ഥം രഹസ്യം എന്നാണ്. ഉദാഹരണം: ദ ഫൂൾ മുതൽ ദ വേൾഡ് വരെയുള്ള കാർഡുകൾ. ഇതൊരു വ്യക്തിയുടെ ആത്മീയ യാത്രയെ, ഫൂൾസ് ജേർണി, പ്രതിനിധീകരിക്കുന്നു. 2. മൈനർ ആർക്കാന. മൈനർ ആർക്കാനയിൽ ആകെ 56 കാർഡുകളാണുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ എന്നിവയെ ഇവ സൂചിപ്പിക്കുന്നു. ഇവയെ 4 വിഭാഗങ്ങളായി സ്യൂട്ട്സ് തരംതിരിച്ചിരിക്കുന്നു. 1. വാൻസ്. ഊർജം, സർഗാത്മകത, ആവേശം, അതായത് അഗ്നിതത്വം. 2. കപ്പുകൾ. വികാരങ്ങൾ, പ്രണയം, ബന്ധങ്ങൾ, അതായത് ജലതത്വം. 3. സ്വാർഡ്സ്. ചിന്തകൾ, ബുദ്ധിശക്തി, സംഘർഷങ്ങൾ, അതായത് വായുതത്വം. 4. പെൻറ്റക്കിൾസ്. ജോലി, പണം, ആരോഗ്യം, ഭൗതിക കാര്യങ്ങൾ, അതായത് ഭൂമിതത്വം. 2. പ്രതീകാത്മകതയും പഠനവും, സിംബോളിസം. ടാരറ്റ് പഠനത്തിൽ ഏറ്റവും പ്രധാനം കാർഡുകളിലെ ചിത്രങ്ങളാണ്. ഓരോ നിറത്തിനും ചിഹ്നത്തിനും പ്രത്യേക അർത്ഥമുണ്ട്. നിറങ്ങൾ. മഞ്ഞ നിറം സന്തോഷത്തെയും ബുദ്ധിശക്തിയെയും സൂചിപ്പിക്കുമ്പോൾ നീല നിറം ശാന്തതയെയും അവബോധത്തെയും, അതായത് ഇൻറ്റ്യൂഷനെ സൂചിപ്പിക്കുന്നു. ചിഹ്നങ്ങൾ. കിരീടം അധികാരത്തെയും, മലനിരകൾ തടസ്സങ്ങളെയും, ഒഴുകുന്ന വെള്ളം വികാരങ്ങളെയും സൂചിപ്പിക്കുന്നു. 3. ടാരറ്റും മനഃശാസ്ത്രവും. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യൂങ് ടാരറ്റിനെ ആർക്കിടൈപ്പുകളുടെ ആർക്കിടൈപ്സ് ഒരു ശേഖരമായാണ് കണ്ടത്. മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന ചിന്തകളെ പുറത്തു കൊണ്ടുവരാൻ ഈ ചിത്രങ്ങൾ സഹായിക്കുന്നു. നാം ഒരു കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ ചിത്രവുമായി ബന്ധിപ്പിക്കുകയും അതുവഴി നമ്മുടെ ഉള്ളിലെ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്നു. 4. എങ്ങനെ പഠിച്ചു തുടങ്ങാം? 1. നിരീക്ഷണം. ഓരോ കാർഡും സൂക്ഷ്മമായി നോക്കുക. ആ ചിത്രം നിങ്ങളിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. 2. ദിവസേനയുള്ള കാർഡ്. ദിവസവും രാവിലെ ഒരു കാർഡ് എടുക്കുക. ആ ദിവസം ആ കാർഡിൻ്റെ ഊർജം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. 3. കഥ പറയൽ. കാർഡുകളെ വെവ്വേറെ കാണാതെ അവ എങ്ങനെ ഒരു കഥയായി മാറുന്നു എന്ന് പഠിക്കുക. 5. ടാരറ്റും ജ്യോതിഷവും. ടാരറ്റ് കാർഡുകൾക്ക് ജ്യോതിഷവുമായി, ആസ്ട്രോളജി, അടുത്ത ബന്ധമുണ്ട്. ഓരോ കാർഡും ഏതെങ്കിലും രാശിയുമായോ ഗ്രഹവുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ദ എംപറർ. ദ എംപറർ കാർഡ് മേടം, ഏരീസ് രാശിയെ പ്രതിനിധീകരിക്കുന്നു.